ജെറ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു L39 എന്ന് പറയുന്നൊരു ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യാൻ പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സെർഗൈ. ഇദ്ദേഹമാണ് എനിക്ക് ഈ ഫൈറ്റർ ജെറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഇന്നലെ പറ്റിയില്ല, ഇന്നലെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു എയർഫീൽഡിൻ്റെ അടുത്ത് തന്നെ, അതുകൊണ്ട് ഇന്നലെ പറ്റിയില്ല. യുക്രൈൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ കിവിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 760 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ എയർഫീൽഡ് യുക്രൈൻ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. 100-200 കിലോമീറ്റർ മോസ്കോന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ എയർഫീൽഡിലെത്തി. ഇന്ന് അത്യാവശ്യം ക്ലിയർ വെതറാണ്. പൃഥ്വിരാജ് ചേട്ടാ, ഇവിടെ വന്നൊരു മൂവ് ചെയ്തുകൂടെ? ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഒരു മൂവി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഈസി ആയിട്ട് കിട്ടും. എയർഫീൽഡിലെത്തി. ഇന്നലെ വന്നു, ഇന്നലെ ഡ്രോൺ അറ്റാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. Oh, that is bazooka or rocket. റോക്കറ്റ് ലോഞ്ചേഴ്സും പിന്നെ മറ്റുള്ള ഗൺസും എല്ലാം റെഡിയാണ്. പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. Okay. നമ്മളതിനകത്തിരിക്കുമ്പോഴുള്ള ബേസിക് ഇൻസ്ട്രക്ഷൻസ് എല്ലാവരും പറഞ്ഞു തരും. എന്തൊക്കെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട എന്നുള്ളതെല്ലാം. റഷ്യൻ പൈലറ്റ്സിന് ഇംഗ്ലീഷ് അറിയത്തില്ല. സോ നമുക്ക് കൈ കൊണ്ട് വേണം നമ്മൾ ഓക്കെ ആണോ അല്ലെങ്കിൽ തിരിച്ച് ലാൻഡ് ചെയ്യണോ എന്നൊക്കെ കാണിക്കുന്നത് കൈ കൊണ്ടുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. സോ ഇതൊക്കെയാണ് ആ സിമ്പിളുകൾ.
ജി ഫോഴ്സ് കൊണ്ടാണ് തോന്നുന്നു ഞാൻ മൊത്തം വേർത്തിരുന്നു. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് എനിക്ക് മടക്കാൻ പറ്റാത്തൊരവസ്ഥയെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, പൈലറ്റിനോട് പറഞ്ഞു താഴോട്ട് ഇറക്കാൻ. നമ്മളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹമായിരിക്കും ഒരു ജെറ്റ് ഫ്ലൈറ്റ് നേരിട്ട് കാണുക എന്നുള്ളത്. നേരിട്ട് കാണാൻ മാത്രമല്ല, അതിൽ കയറി പറക്കാനും എനിക്ക് സാധിച്ചു. അതിന് എനിക്ക് എല്ലാവരോടും, എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. 2 ഫ്ലൈറ്റ് ഇവിടെ അവൈലബിൾ ഉണ്ട്, L29 L39. അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ പ്രൈസുമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സജഷൻ, ഇവിടെ യൂറോപ്പിൻ്റെ സമ്മർ ടൈം, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. ഒരു ക്രേസി മൊമെൻ്റ് ആയിരുന്നു. ക്രേസി മൊമെൻ്റ്, ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് എവർ.